ഹലോ. അപ്പോൾ നോമ്പായിട്ട് കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് കറി വെക്കാൻ കരുതി. ഇന്നൊരു സ്പെഷ്യലായിട്ട് കറി വെക്കാൻ കരുതി. ഒരുപാട് നേരം കുറച്ച് പണിപ്പെടേണ്ട വന്നാലും നല്ല അടിപൊളി കറിയായിരുന്നു. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. ഒരു നല്ല അടിപൊളി കിഡിലൻ മട്ടൻ കറിയുടെ വീഡിയോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് നീക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇന്ന് വീട്ടിൽ നിൽക്കുന്ന ദിവസമായിരുന്നു. ഇന്ന് കടയിലൊന്നും പോയില്ല. അപ്പോൾ കുറച്ച് മുട്ട ബജിയും അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഒരു കിഴങ്ങ് എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ വേവാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെന്തിട്ടും മുട്ട ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയിട്ടാട്ടോ ഇട്ടത്. പിന്നെ നമ്മുടെ പൊടികളായിട്ടുള്ള മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും മുളക് പൊടിയും മട്ടൻ മസാലയും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു ബജിക്ക് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കി. അപ്പോൾ ഈ ബാറ്ററിൽ തന്നെ രണ്ടും മുക്കി പൊരിക്കാമെന്ന് കരുതി. മട്ടൻ മസാല ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അത് ചേർത്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുട്ട മുക്കിയിട്ട് അതും വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങ് ഞാൻ പുഴുങ്ങിയത് കാരണം എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെത്തു. ചിലതിൻ്റെ ഒന്നും തൊലി കളഞ്ഞില്ല കേട്ടോ. തൊലി നല്ലപോലെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതും ചെയ്തില്ല. അങ്ങനെ അത് ബജിയായിട്ട് അത് രണ്ടും വറുത്തെടുത്തു. പിന്നെ നല്ലൊരു അടിപൊളി മാംഗോൻ്റെ ലൈം ഉണ്ടാക്കി. നല്ല ലൈമായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതൊക്കെയായിട്ട് നോമ്പ് തുറന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.